Hi all. Last session നമ്മൾ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡിന്റെ പ്രൊവിഷൻസ് നോക്കിയായിരുന്നു. സെക്ഷൻ 17 മുതൽ 71 പിന്നെ എല്ലാം 79 വരെയുള്ള സെഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ സെഷൻ നമ്മൾ അതിന്റെ കറസ്പോണ്ടിങ് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് വൺ is at age 35. Submit the following particulars pertaining to assessment year 2021. Income from salary computed. Salary computed means എന്താണ്? Standard deduction under section 16 clause A already deducted 50,000 കുറച്ചിട്ടുള്ളതാണ്. സാലറി കമ്പ്യൂട്ടഡ് എന്ന് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഒന്നുകിൽ വർക്കിംഗ് നോട്ടിൽ കമ്പ്യൂട്ടഡ് ആണ് എന്ന രീതിയിലുള്ള വർക്കിംഗ് എഴുതണം. അതർവൈസ് നമ്മൾ എന്താണ് 16 അന്നേ പ്രകാരം 50,000 അല്ലെങ്കിൽ എത്രയാണോ സാലറി അത് കുറച്ചിട്ടുള്ള കമ്പ്യൂട്ടഡ് സാലറി എടുത്തെഴുതണം. വർക്കിംഗ് നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ് വർക്കിംഗ് നോട്ട്. ഓക്കെ, ലോസ് ഫ്രം സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി 70,000, ലോസ് ഫ്രം ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി 1,50,000. സോ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് എന്താണ് 2 HP ലോസ് ആണ്. രണ്ടും കൂടെ സം ചെയ്യുമ്പോഴത്തേക്ക് എത്രയാണ് 2,20,000 വരും HP ലോസ്. ദെൻ ബിസിനസ് ലോസ്, ദെൻ ലോസ് നോർമൽ ലോസ് ആണ്. സ്പെക്കുലേറ്റീവ് ബിസിനസ് ലോസ് ഒന്നും പറഞ്ഞിട്ടില്ല. ബാങ്ക് ഇൻട്രസ്റ്റ് FD റിസീവ്ഡ് പറഞ്ഞിരിക്കുന്നു. സോ ഇത് IFOSൽ ഒരു ഇൻകം, സാലറിയിൽ ഇൻകം ഉണ്ട്. ദെൻ ബാക്കിയെല്ലാം എന്താണ് ലോസ് ആണ്, ബിസിനസ് ലോസ്. ഓക്കെ, സോ സെക്ഷൻ 70 പ്രകാരം നമുക്ക് എന്താണ് ഇൻട്രാ ഹെഡ്, ഒരു വിത്തിൻ ദ ഹെഡ്. ഹൗസ് പ്രോപ്പർട്ടിയിൽ വേറെ ഇൻകം ഒന്നും ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, അടുത്തതിലോട്ട് പോകണം. ബിസിനസ് ലോസ് ഒരിക്കലും എന്തുമായിട്ട് കുറയ്ക്കാൻ പറ്റില്ല. സെക്ഷൻ 71 വെച്ചിട്ട് സാലറി ഇൻകം ആയിട്ട് കുറയ്ക്കാൻ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് നോക്കാം. കമ്പ്യൂട്ട് ഇൻകം, ടോട്ടൽ ഇൻകം, computation of total income. Okay, so Mr. A, assessment year 2021. Okay, so നമുക്ക് particulars, amount in rupees, particulars, amount. So salary ഉണ്ട്, income from salary computed ആണ്. കമ്പ്യൂട്ടർ എത്രയാണ് 4 lakh. സോ ദെൻ HP ലോസ്, ഹൗസ് പ്രോപ്പർട്ടി ലോസ് എത്ര ഉണ്ട്, രണ്ടും കൂടെ എടുക്കുമ്പോഴത്തേക്കും ഒരു 70,000 ഉണ്ട്. വേറെ ലോസ് എത്ര ഉണ്ട്, 1,50,000 ഉണ്ട്. സോ ടോട്ടൽ 2,20,000 ഉണ്ട്. ബട്ട് എത്രയാണ് സെക്ഷൻ 71 പ്രകാരം എന്താണ് റെസ്ട്രിക്റ്റഡ് ടു 2 lakh. സോ സെക്ഷൻ 71 പ്രകാരം ഹൗസ് പ്രോപ്പർട്ടി ലോസ് ഡിഫറെന്റ് ഹെഡ് ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാം, ബട്ട് ടു ദ എക്സ്റ്റെൻഡ് ഓഫ് 2 lakhs. ഓക്കെ, 2 lakhs വരെ നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാം. ദെൻ സോ മിച്ചം എത്ര വരുന്നുണ്ട്, 2 lakhs കുറച്ചിട്ട് ഒരു മൂല്യത്തേക്ക് റുപ്പീസ്. സോ ടാക്സബിൾ സാലറി എത്ര വരുന്നുണ്ട് 2 lakh. ദെൻ പിന്നെ എന്താണ് ബിസിനസ്സിനകത്ത് വരുന്നത് എത്രയൊക്കെയാണ്, ബിസിനസ്സിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്, ഒരു ലോസ് വരുന്നുണ്ട് 1 lakh. ബിസിനസ് ലോസ് 1 lakh. സോ IFOS, ഇൻകം ഫ്രം അതർ സോഴ്സ് ഒക്കെ ഉണ്ട്, ഒരു 80,000 ഉണ്ട്. സോ ബിസിനസ് ലോസ് എന്തുമായിട്ട് കുറയ്ക്കാൻ, എന്തുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ബട്ട് സെക്ഷൻ 71 പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, സാലറി ഒഴിച്ചുള്ള ബാക്കി ഹെഡുമായിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. സോ സെറ്റ് ഓഫ് ചെയ്യാണ്ട് എത്രയായിരുന്നു, 80 ഉണ്ടായിരുന്നു, പുറത്തേക്ക് ഒന്നും വരത്തില്ല. സോ റിമൈനിങ് എത്ര ഉണ്ട്, ഒരു 20,000 ഉണ്ട്. സോ ദാറ്റ് മീൻസ് നമുക്ക് എത്ര, നമ്മുടെ ടോട്ടൽ ഇൻകം എത്ര വരും, ടോട്ടൽ ഇൻകം, ഗ്രോസ് ടോട്ടൽ ഇൻകം. ഇവിടെ ചാപ്റ്റർ 6 ആയിട്ട് ഡിഡക്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഗ്രോസ് ടോട്ടൽ ഇൻകം തന്നെ നമുക്ക് ടോട്ടൽ ഇൻകം ആയിട്ട് പറയാം. ടോട്ടൽ ഗ്രോസ് ടോട്ടൽ ഇൻകം 2 lakh ലെസ് ഡിഡക്ഷൻ under chapter 6A ഒന്നും തന്നെ ക്വസ്റ്റ്യൻ ഇല്ല. സോ ടോട്ടൽ ഇൻകം 2 lakh, ടോട്ടൽ ഇൻകം 2 lakh. സോ ഇവിടെ ശ്രദ്ധിക്കണം, നമുക്ക് എത്രയാണ്, ഒരു 20,000. ഓക്കെ, സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു 20,000 ഹൗസ് പ്രോപ്പർട്ടി ലോസ് കൊണ്ട് മിച്ചമുള്ള ഒരു 20,000 ഹൗസ് പ്രോപ്പർട്ടി ലോസ് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. എത്ര വർഷത്തേക്കാണ്, 8 years ക്യാരി ഫോർവേഡ് ചെയ്യാം. അതുകൂടാതെ എന്താണ്, ഒരു ബിസിനസ് ലോസ് 20,000 ക്യാരി ഫോർവേഡ് ചെയ്യും. സോ മസ്റ്റ് ആയിട്ട് അത് വർക്കിംഗ് നോട്ട്സിൽ താഴെ കാണിച്ചിരിക്കണം. ഹൗസ് പ്രോപ്പർട്ടി ലോസ് ഓഫ് 20,000. സോ എത്രയാണ് ഇൻകം പ്ലസ് ക്യാരി ഫോർവേഡ് എത്ര കിട്ടും, 20,000 നമുക്ക് എന്ത് ചെയ്യാം, ക്യാരി ഫോർവേഡ് ചെയ്യാം.
immediate succeeding previous year. The succeeding financial year അല്ലെങ്കിൽ previous year. Then house business loss of ഒരു 20,000 ഉണ്ട്. ഇതും എന്ത് ചെയ്യാം? Carry forward to the immediately succeeding financial year. Okay. Mr. B, a resident individual furnishes the following particulars for the financial year, previous year, 1920. Income from salary computed, income from house property, loss ആണ് bracket എന്നിരിക്കുന്നു. Income from business, non-speculative, loss ആണ്. Income from speculative business, അതും loss ആണ്. Short term capital loss, then long term capital gain. Okay. So, നമുക്ക് നോക്കാം, what is the total income? Total income for the assessment year 2021. Particulars, amount, rupees. Particulars, amount, rupees. So salary under 345,000. Computed. That means 16 plus 1A plus section 16. 50,000 അത് കുറിച്ചിട്ടുള്ള computed salary ആണ്. Then income from house property loss ആണ്, HP loss. So HP loss can be set off against HP loss എത്രയായിരുന്നു? HP loss 24,000. So ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും remaining 21,000. Then income from business അതും loss ആണ്. Income from speculative business, so business loss വരുന്നുണ്ട് ഒരു 22,000 loss. Then speculative business loss വരുന്നുണ്ട് ഒരു 4,000 വരുന്നുണ്ട്. Then short term capital loss can be set off against section 71 പ്രകാരം short term capital loss can be set off against അല്ലെങ്കിൽ section 70 പ്രകാരം short term capital loss can be set off against long term as well as short term capital gain. Okay, so long term capital gain എത്രയുണ്ട്? 19,000. Then short term capital loss 25,000. So that means നമുക്ക് എത്രയാണ്? ഒരു 6,000 വീണ്ടും പെൻഡിങ് ഉണ്ട് ലോസ്. short term capital loss carry forwarded ഒരു 6,000. സോ അത്ര ടോട്ടൽ ഒന്നുമില്ല. സോ ടോട്ടൽ ഇൻകം എത്ര വരും? ടോട്ടൽ ഇൻകം 21,000 ശ്രദ്ധിക്കണം. നമുക്ക് ഏതൊക്കെയാണ് ക്യാരി ഫോർവേഡ്? ആ ഒരു വർക്കിംഗ് നോട്ടിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് അതിന് വെയിറ്റേജ് ഉള്ളതാണ്. സോ നമുക്ക് ഇവിടെ ക്യാരി ഫോർവേഡ് ഏതൊക്കെ വരുന്നുണ്ട്? ഹൗസ് പ്രോപ്പർട്ടി ലോസ് നമ്മൾ ഫുള്ളായിട്ട് സെറ്റ് ഓഫ് ചെയ്തു. സോ ബിസിനസ് ലോസ്, നോർമൽ ബിസിനസ് ലോസ് ഒരു ക്യാരി ഫോർവേഡ് ചെയ്യുന്നത് എത്രയാണ്? 22,000 ആണ്. 8 അസസ്മെന്റ് ഇയേഴ്സ് പറ്റും. ദെൻ സ്പെക്കുലേറ്റീവ് ബിസിനസ് ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യുവാണ് 4,000. രണ്ടും സെപ്പറേറ്റഡ് ആണ്. എത്രയാണ്? 4 അസസ്മെന്റ് ഇയേഴ്സ് ആണ് പറ്റുന്നത്. അതേപോലെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ എത്രയാണ്? 6,000. അത്രയാണ് 8 അസസ്മെന്റ് ഇയേഴ്സ് ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് മാർക്കിംഗ് നോട്ട്സ്. സോ ടോട്ടൽ ഇൻകം വരുന്നത് 21,000. സോ ടോട്ടൽ ഇൻകം കൊണ്ട് നിർത്തരുത്. ക്യാരി ഫോർവേഡ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണ്, അല്ലെങ്കിൽ അടുത്ത വർഷത്തെ ക്യാരി ഫോർവേഡ് ചെയ്യുന്നുണ്ട് എന്ന രീതിയിൽ വർക്കിംഗ് നോട്ടായിട്ട് എഴുതിയിരിക്കണം. ഓക്കെ, ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ 1920 മിസ്റ്റർ സി ദ ഫോളോയിങ് ബ്രോട്ട് ഫോർവേഡ് ലോസസ്. സോ ദാറ്റ് മീൻസ് പ്രീവിയസ് ഇയറിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന ലോസസ് ആണ്. സോ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഓൺ സെയിൽ ഓഫ് ഷെയർസ്. സോ നമുക്ക് വേണ്ട വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഗെയിൻ ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് മിസ്റ്റർ സി for the assessment year 2021. Okay, so computation of taxable capital gain for the assessment year 2021. Particulars, amount, rupees. Okay, short term capital gain as a sale of shares ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, short term capital gain എത്ര ഉണ്ടായിരുന്നു? 1,50,000. Okay, so 1,50,000. Then long term capital loss തന്നിരിക്കുന്നു, short term capital loss തന്നിരിക്കുന്നു, long term capital gain തന്നിരിക്കുന്നു. Okay, long term capital gain തന്നിരിക്കുന്നു.
സോ ഇവിടെ നമുക്ക് നോക്കാം ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എത്ര ഉണ്ട് 75,000. Then previous years yearly that means carry forward ചെയ്തു വരുന്ന ലോസസ് തന്നിരിക്കുന്നു. സോ ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് എന്താണ് ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് അസസ്മെന്റ് ഇയർ 18-19 നമുക്ക് എത്രയാണ് 8 അസസ്മെന്റ് ഇയേഴ്സ് വരെ പറ്റും. സോ എത്രയാണ് ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് ഉള്ളത് 96,000 ആണ്. ബട്ട് നമുക്ക് എത്ര വരെ ചെയ്യാൻ പറ്റുള്ളൂ 75 വരെ റെസ്ട്രിക്റ്റഡ് ടു 75. Okay, 75. So that means a remaining 21,000 എന്താണ് ക്യാരി ഫോർവേഡ് ചെയ്യും നമ്മൾ ക്യാരി ഫോർവേഡ് ടു ദ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ. ഓക്കെ, സോ ഇവിടുന്ന് ഈ 75 തീർന്നു. ദെൻ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എത്രയാണുള്ളത് ഒരു 1,50,000 ഉണ്ട്. ദെൻ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് എത്രയാണ് ഒരു 37 ഉണ്ട്. സോ ഒരു കാരണവശാലും ഈ ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് മിച്ചമുള്ള ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. സെക്ഷൻ 70 എടുത്തു പറയുന്നതാണ് ഒരു ഹെഡിലാണെങ്കിൽ പോലും. സോ ഇവിടെ പ്രത്യേകിച്ച് എന്താണ് ക്യാരി ഫോർവേഡ് ചെയ്തു വന്നിരിക്കുന്നതാണ് ക്യാപിറ്റൽ ഗെയിനുമായിട്ട് മാത്രമേ പറ്റത്തുള്ളൂ. ബട്ട് 74 പ്രകാരം നമുക്ക് എന്താണ് ക്യാരി ഫോർവേഡ് ചെയ്തു വരുന്ന എമൗണ്ട് ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി സെറ്റ് ഓഫ് അഗൈൻസ്റ്റ് ക്യാരി ഫോർവേഡ് ആൻഡ് സെറ്റ് ഓഫ് അഗൈൻസ്റ്റ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഓൺലി. ഓക്കെ, ദെൻ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടുള്ള 1,50,000. സോ 1,50,000 ഉണ്ടായിരുന്നു 1,50,000. ദെൻ അതിനകത്തേക്ക് എത്രയാണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് എത്രയുണ്ട് ലോങ് ടൈം ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് അസസ്മെന്റ് ഇയർ 19-20 ഒരു 37,000 കുറച്ചാൽ 1,13,000 will be the taxable ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, സോ ഇതിപ്പോൾ ഷെയർ ആണോ വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളതൊക്കെ എന്താണ് റേറ്റിലാണ് നമുക്ക് വ്യത്യാസം വരുന്നത്. ഇൻകം ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുമ്പോൾ റേറ്റിലാണ് വ്യത്യാസം വരുന്നത്. സോ നമുക്ക് എത്ര കിട്ടും 1,13,000 ആണ് ടാക്സബിൾ. നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്തായിരുന്നു ഇൻ ദ ആൻസർ ഓഫ് ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, സോ ഈ 21,000 ക്യാരി ഫോർവേഡ് ചെയ്യും. നമുക്ക് എത്രയാണ് 18 അസസ്മെന്റ് ഇയർ 18-19 സോ 19-20 മുതൽ അങ്ങോട്ട് 8 ദാറ്റ് മീൻസ് 8 ഇയേഴ്സ് വരെ ക്യാരി ഫോർവേഡ് ചെയ്യാം. ഏത് അസസ്മെന്റ് ഇയർ വരെയാണെന്ന് വേണമെങ്കിൽ വർക്കിംഗ് നോട്ടിൽ കാണിക്കാം. സോ ഇത് കഴിഞ്ഞിട്ടുള്ള 18-19 കഴിഞ്ഞിട്ടുള്ള അടുത്ത സക്സീഡിംഗ് ആയിട്ട് വരുന്ന 8 അസസ്മെന്റ് ഇയേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം ക്യാരി ഫോർവേഡ് ചെയ്യാം. ഓക്കെ, സ്റ്റഡി ഹാസ് ദ ഫോളോയിങ് ഇൻകം ഫോർ ദ പ്രീവിയസ് ഇയർ 19-20. ഇൻകം ഫ്രം ആക്ടിവിറ്റി ഓഫ് ഓണിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് എ റൈസോഴ്സ് 75. ഇൻകം ഫ്രം ടെക്സ്റ്റൈൽ ബിസിനസ് 85. Brought forward textile business loss relating to assessment year 19-20 50,000. Brought forward loss from the activity of owning and maintaining the resource relating to assessment year 17-18 96,000. Okay, so namukku what is the total computation of total income for the assessment year 2021. Okay, so particulars amount rupees. Okay, so come income from activity of owning and maintaining resource. Okay, activity of owning and maintaining resource 75. Okay, then brought forward loss of owning and maintaining resource then assessment year 17-18 le aana relating to assessment year 17-18 that means 18-19 then 19-20 20-21 third year ആണ്. സോ നമുക്ക് 4 വർഷം വരെ നമുക്ക് എന്ത് ചെയ്യാം ക്യാരി ഫോർവേഡ് ചെയ്യാം. 96 ഉണ്ട് ബട്ട് എന്താണ് നമുക്ക് റെസ്ട്രിക്റ്റഡ് ടു 75,000 ബാക്കി 21,000 എന്ത് ചെയ്യും ക്യാരി ഫോർവേഡ് ചെയ്യാം. ക്യാരി ഫോർവേഡ് ചെയ്യാം അടുത്തൊരു വർഷത്തെ കൂടി. സോ 18-19 19-20 20-21 21-22 കൂടി നമുക്കൊരു വർഷം കൂടെ ക്യാരി ഫോർവേഡ് ചെയ്യാം. അത് വർക്കിംഗ് നോട്ടിൽ മസ്റ്റ് ആയിട്ട് എഴുതിയിരിക്കണം. ദെൻ ഇൻകം ഫ്രം ടെക്സ്റ്റൈൽ ബിസിനസ് എത്രയായിരുന്നു ഇൻകം ഫ്രം ടെക്സ്റ്റൈൽ ബിസിനസ് 85,000. Then brought forward textile business loss relating to assessment year 19-20 എത്രയാണ് brought forward business loss so remember 50,000.
സോ അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞുള്ള വരുന്നുണ്ട് 35,000. So taxable income $35,000. So ഇത് നമ്മൾ വർക്കിനോട്ടായിട്ട് കാണിച്ചിരിക്കണം. ഇത് ഒരു വർഷം കൂടെ എന്ത് ചെയ്യാം, ക്യാരി ഫോർവേഡ് ചെയ്ത് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. 4 വർഷം വരെ ആണ് ഓണിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് റേസ് ഹോഴ്സിന്റെ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാവുന്നത്. സോ നമുക്ക് 17, 18 ആണ് തന്നിരിക്കുന്നത് ക്വസ്റ്റ്യനില്. 17, 18 that means 18, 19 first, 19, 20, 20, 21, 21, 22 വരെ carry forward ചെയ്യാം. Shall furnishes the details for the assessment year 2021. Taxable income കണ്ടുപിടിക്കുക. assessment year 2021 ലെ income from salaries computed. That means after deducting under section 16 was income from speculation business. Okay, income from loss from non-speculative business, short-term capital gain, long-term capital loss, winnings from lottery. Gross 20,000. നമുക്ക് നോക്കാം what is the taxable income. നമ്മൾ ആദ്യം എന്താണ് salary. So salary from the 1,50,000. Salary income 1,50,000 under. Then income from speculation business. Business in under speculative business income. Speculative business income 60,000. Non-speculative business loss. So that means normal business loss. Okay. So normal business loss വന്നു കഴിഞ്ഞാൽ ബിസിനസ് ഇൻകത്തിന് അഗെയിൻസ്റ്റും സ്പെക്കുലേറ്റീവ് ഇൻകത്തിന് അഗെയിൻസ്റ്റും നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ഓഫ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് മീൻസ് നമുക്ക് എത്രയാണ് ഇവിടെ നോർമൽ ബിസിനസ് ലോസ് ക്യാൻ ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് സ്പെക്കുലേറ്റീവ് ഇൻകം. ദാറ്റ് മീൻസ് എത്ര വരും വെച്ചാൽ 20,000 ആണ് വരുന്നത്. സോ നമുക്ക് എത്ര കിട്ടും, ഇവിടെ എത്ര എഴുതാം, 20,000. Then short term capital gain. Short term capital gain എത്ര ഉണ്ട്, 80,000 ഉണ്ട്. Long term capital loss. Okay, long term capital loss. Long term capital loss ഏതാണ്, assessment year 18-19. So assessment year 18-19 ആയിട്ട് ബന്ധപ്പെട്ടാണ് 30,000. ബട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് എന്തിന് അഗേൻസ്റ്റ് മാത്രമേ പറ്റുള്ളൂ, 74 പ്രകാരം ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ അഗേൻസ്റ്റ് മാത്രമേ ക്യാരി ഫോർവേഡ് ചെയ്ത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദാറ്റ് മീൻസ് നമുക്ക് എത്ര തന്നെ വരും, 80,000 തന്നെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് വരും. നമുക്ക് ഈ 30,000 എന്ത് ചെയ്യാനേ പറ്റുള്ളൂ, ക്യാരി ഫോർവേഡ് ചെയ്യാം. ക്യാരി ഫോർവേഡ് ചെയ്യാം അടുത്ത ഇയറിലേക്ക് അല്ലേ. 30,000 ക്യാൻ ബി carry forward. Then next one, ഇതാണ് വിന്നിങ്സ് ഫ്രം ലോട്ടറി. അതുമായിട്ട് എന്താണ്, ഒന്നുമായിട്ടും എന്താണ് കാഷ്വൽ ഇൻകം ഒരു ലോസും അതുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. വിന്നിങ്സ് ഫ്രം ലോട്ടറി, വിന്നിങ്സ് ഫ്രം ലോട്ടറി എത്രയായിരുന്നു, 20,000. സോ നമുക്ക് ഈ ലോട്ടറി ഇൻകം കാഷ്വൽ ഇൻകം ആയിട്ട് ഒരു ലോസും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. സോ 70, 2,70,000 will be the final answer. 2,70,000. Compute the gross total income of this year for the assessment year. Okay. Gross total income for the assessment year 2021. Okay. So now we have adjustments. Income from house property computed. Income from house property computed, that means 24 close a വെച്ചിട്ട് എന്താണ് 30% of NAV compute ചെയ്താന്നുള്ളതാണ് മീനിങ്. സോ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാലറി കണ്ടുപിടിച്ചോടെ തന്നെ വർക്കിംഗ് നോട്ട്സ് ആയിട്ട് എഴുതുന്ന വരും. ഒന്നെങ്കിൽ അത് കുറച്ച് അല്ലെങ്കിൽ അത് ഓൾറെഡി എടുത്തതായിട്ട് അസ്യൂം ചെയ്ത് വർക്കിംഗ് നോട്ട് എഴുതിയിരിക്കണം. ഓക്കെ, സോ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ടഡ്
Income from business before providing depreciation. So 1,35,000. Short-term capital gain on sale of unlisted shares. Then long-term capital loss on sale of property brought forward from assessment year 1920, 90,000. Income from tea business 1,20,000. Dividends from Indian companies carrying on agricultural operation. So then current year depreciation brought forward business loss incurred 6 years ago. Okay. So നമുക്ക് നല്ലൊരു ക്വസ്റ്റൻ ആണ്. എക്സാം വരുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റൻ ആണ്. So first computation of gross total income. So particulars. Amount rupees. നോക്കാം. Income from house property, HP income, 1,25,000. Income, business income before providing depreciation. So PGBP income 1,35,000. So നമ്മുടെ എനിക്ക് അറിയേണ്ട ആദ്യം എന്ത് ചെയ്യണം? കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ കുറയ്ക്കണം. കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ എത്ര ഉണ്ട്? 26,000. ദെൻ നമുക്ക് ഇതിനകത്ത് വേറെ ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസ് ഉണ്ട്. എന്നാൽ 6 years ago, ദാറ്റ് മീൻസ് നമുക്ക് എത്രയാണ്? 8 years വരെ. 6 years ago ആണ്. സോ 5 years ആണ്, 6 years ആണ് ട്രാൻസ്ഫർ. നമുക്ക് എന്താണ് 8 years വരെ ഉണ്ട് ബ്രോഡ് ഫോർവേഡ് ലോസ് അല്ലേ. സോ 1,35,000 ഉള്ള നമുക്ക് ഇവിടെ തന്നെ എഴുതാം. ബിക്കോസ് നമുക്ക് 26 കുറച്ചാലും മിച്ചമുള്ളത് നമുക്ക് കിട്ടുന്നതാണ്. സോ എത്ര വരും? 64,000 വരും. 64,000. സോ നമ്മൾ ശ്രദ്ധിച്ചോണം ഏതൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് എടുത്തു. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഓൾറെഡി കമ്പ്യൂട്ടർ കഴിഞ്ഞു. ഇതെടുത്തു, ദെൻ ഇതെടുത്തു. സോ ദെൻ മിച്ചമുള്ളത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ, അൺലിസ്റ്റഡ് ഷെയർസ്, ലോങ് ടൈം ക്യാപിറ്റൽ ലോസ്, ദെൻ ഡിവിഡൻഡ് ഇൻകം, കറണ്ട് ഇയർ ഡിപ്രിസിയേഷൻ ഓൾറെഡി. ഡിവിഡൻഡ് ഇൻകം fully exempted ആണ്. ഡിവിഡൻഡ് ഇൻകം, ദെൻ കറണ്ട് ഇയർ ഡിപ്രിസിയേഷൻ, ദെൻ ഇൻകം ഫ്രം ടീ ബിസിനസ്. റൂൾ 8 പ്രകാരം ടീ ബിസിനസ് ഇൻകം വരുന്നത് 1,20,000 ആയിരുന്നു. 1,20,000 ആണ്. സോ റൂൾ 8 പ്രകാരം 60% എന്താണ്? അഗ്രി ഇൻകം ആണ്. സോ സെക്ഷൻ 10 സബ്സെക്ഷൻ 1 പ്രകാരം ഫുള്ളി എക്സംപ്റ്റഡ്. 40% ഏതാണ്? PGBP വരുന്നത്. സോ 120യുടെ 40% എടുക്കുമ്പോഴത്തേക്കും എത്ര വരും? 48,000. 1,20,000 into 40%, 48,000. So business in the total വരുമ്പോഴത്തേക്കും 1,12,000. So ഇത് കഴിഞ്ഞു. Composite ഇൻകത്തിന്റെ കേസ് കഴിഞ്ഞു. Then short term capital gain ഉണ്ട്, long term capital loss ഉണ്ട്. Okay, short term capital gain, long term capital loss ഒരിക്കലും എന്താണ് short term capital gain ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. Then short term capital gain എത്രയായിരുന്നു? 56,000. long term capital loss ഒരു 90,000 ആണ്. നമുക്ക് അത് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ? ക്യാരി ഫോർവേഡ് ചെയ്യാനേ പറ്റുള്ളൂ. ബിക്കോസ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. Then എന്തായിരുന്നു? ഡിവിഡൻഡ് ഇൻകം. സോ ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ഡിവിഡൻഡ് ഇൻകം ഫുള്ളി എക്സംപ്റ്റഡ്. 10 സബ്സെക്ഷൻ 34 ഡിവിഡൻഡ് ഇൻകം എത്രയാണ്? 10 lakh വരെ ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ഡിവിഡൻഡ് ഇൻകം under section 10 subsection 34 exempted ആണ്. exempted. So total എത്ര വരും? 1,12,000. then ഒരു 1,25,000 ഉണ്ട് ഹൗസ് പ്രോപ്പർട്ടി ഇൻകം കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. 2,37 പ്ലസ് ഒരു 56 9. 2,93,000 will be the total income. Gross total
income will be 2,93,000. Then next one, business submit the following details for the assessment year 2021. Income from salary, loss from let out house property, income from sugar business, loss from iron core business brought forward from discontinued business previous year 14, 15. Then short term capital loss, long term capital gain, dividend, income received from lottery gross, winnings from card games gross, agricultural income, short term capital loss under section 111A 10,000, bank interest on fixed deposit. Okay, compute ചെയ്യാം. സോ ഇവിടെ സാലറി കമ്പ്യൂട്ടഡ് എന്ന് പറഞ്ഞിട്ടില്ല. സോ ഇൻകം ഫ്രം സാലറി നമുക്ക് ഒന്നുകിൽ വർക്കിംഗ് നോട്ടായിട്ട് കമ്പ്യൂട്ടഡ് ആണെന്ന് പറഞ്ഞ് എഴുതാം, അതർവൈസ് നമുക്ക് കമ്പ്യൂട്ട് ചെയ്തെടുക്കാം. ഗ്രോസ് ടോട്ടൽ ഇൻകം ഫോർ ദ അസസ്മെന്റ് ഇയർ 2021 തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ച് നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിലേക്ക് എത്താം. Particulars, amount rupees. Okay, so particulars, amount. Then salary എടുക്കണമെങ്കിൽ salary $3 lakhs less reduction under section 16. So 50,000 കുറച്ചാൽ സാലറി എത്രയാണ് വരുന്നത് 2,50,000. ഓക്കെ, സോ ഇവിടെ കമ്പ്യൂട്ടഡ് എന്ന് പറഞ്ഞിട്ടില്ല, നേരത്തെ ക്വസ്റ്റ്യൻസിലെല്ലാം കമ്പ്യൂട്ടഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2,50,000. ഓക്കെ, ദെൻ നമുക്ക് സാലറി നമ്മൾ എടുത്തു. ദെൻ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി, ഹൗസ് പ്രോപ്പർട്ടി ലോസ് ആണ്, നമുക്ക് 40,000 ഇവിടെ കുറയ്ക്കാം, സാലറിയിൽ തന്നെ കുറയ്ക്കാം. HP ലോസ്, സോ അണ്ടർ സെക്ഷൻ 71 പ്രകാരം നമുക്ക് 2 lakh വരെ പറ്റും. നമുക്ക് ഇവിടെ എത്രയാണ് 40, കുറച്ച് കഴിഞ്ഞാൽ ടാക്സബിൾ സാലറി വരും 2,10,000. ദെൻ സോ ഇത് കഴിഞ്ഞു. ഇൻകം ഫ്രം ഷുഗർ ബിസിനസ്, ഷുഗർ എന്ന് പറയുന്ന ഒരിക്കലും എന്തല്ല, അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് അല്ല. ഇൻകം ഫ്രം ഷുഗർ ബിസിനസ് അത് ബിസിനസ് ഇൻകം ആണ്, 50,000. ഇൻകം ഫ്രം ഷുഗർ ബിസിനസ്, business income, sugar business 50,000. Then loss from iron or business brought forward discontinued previous year 14. That means assessment year 15-16 ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഫസ്റ്റ് നമ്മൾ ലോസ് വന്നിരിക്കുന്നത്. ദെൻ അസസ്മെന്റ് ഇയർ 16-17, 17-18, 18-19, 20-21. That means 1, 2, 3, 4 fourth അസസ്മെന്റ് ഇയർ ആണ് വരുന്നത്. സോ നമുക്ക് അയൺ ബിസിനസ്സിൽ 1,20,000 ഉണ്ട്, അതിൽ 50,000 വരെ നമുക്ക് ഇവിടെ ലോസ്. അയൺ ബിസിനസ് സോ 1,20,000 ഉണ്ടായിരുന്നു. സോ നമുക്ക് എന്താണ് 50,000 വരെ കുറച്ചിട്ട് മിച്ചം എത്രയാണ്, ഒരു 70,000 ഉണ്ട്. 70,000 ലോസ് ഉണ്ട്. നോക്കാം 70,000 ലോസ്. ദെൻ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് 70,000. ദെൻ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് 60,000. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 40,000. സോ ബിസിനസ്സിന്റെ ഇവിടെ കഴിഞ്ഞു. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 40,000. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് അല്ലേ. സോ സെക്ഷൻ 17-71 പ്രകാരം നമുക്ക് എത്രയാണ് 60,000 ഉണ്ട്. ബട്ട് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് എന്തിനെ അഗേൻസ്റ്റ് കുറയ്ക്കാം, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ അഗേൻസ്റ്റ് കുറയ്ക്കാം. സോ ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് ഇവിടെ ഇതുണ്ട്, ഇവിടെ ഒരു 70 ഉണ്ട്, ഇവിടെ ഒരു 20 ഉണ്ട്. സോ ദാറ്റ് മീൻസ് ക്യാപിറ്റൽ ഗെയിൻ ഒന്നും വരത്തില്ല. ദെൻ നെക്സ്റ്റ് വൺ, ദെൻ ഡിവിഡൻഡ് ഇൻകം ഫുള്ളി എക്സംപ്റ്റഡ് അണ്ടർ സെക്ഷൻ 10 subsection 34. ഇൻകം റിസീവ്ഡ് ഫ്രം ലോട്ടറി വിന്നിങ്സ് അത് ടാക്സബിൾ ആണ്. വിന്നിങ്സ് ഫ്രം കാർഡ് ഗെയിംസ് ഇത് രണ്ടും എന്താണ് IFOസിലെ ടാക്സബിൾ ആണ്. ഒരു 61,000 വരും, 56,000. ദെൻ ഒരു അഗ്രികൾച്ചറൽ ഇൻകം ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. അഗ്രികൾച്ചറൽ ഇൻകം സെക്ഷൻ 10 subsection 1 പ്രകാരം ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ഓൾറെഡി നമുക്ക് എന്താണ്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ഓൾറെഡി ഒരു 20,000 ഉണ്ട്, അതിൻ്റെ കൂടെ അല്ലേ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് അണ്ടർ സെക്ഷൻ 111A. ഇവിടെ ശ്രദ്ധിച്ചോണം, ഇവിടെ ടാക്സ് കണ്ടുപിടിക്കുമ്പോൾ ഡിഫറെന്റ് റേറ്റ് വരുന്നുള്ളൂ. 111A 15% വരുന്നുള്ളൂ. ബട്ട്
നമ്മുടെ ഇൻകം കണ്ടുപിടിക്കുമ്പോൾ എന്താണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് എത്രയാണ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് ഒരു 30,000 ഉണ്ട്. ദെൻ മിച്ചം എത്രയാണ് ബാങ്ക് ഇൻട്രസ്റ്റ് FD 5,000 അങ്ങനെ. സോ IFOS അണ്ടർ ഏതൊക്കെ വരുന്നുണ്ട് ഗ്രോസ് IFOSൽ ഏതൊക്കെയാണ് വരുന്നത് 50 വരുന്നുണ്ട്, 6 വരുന്നുണ്ട്, ഒരു 5 വരുന്നുണ്ട്. ലോട്ടറി വിന്നിങ്സ് ഫ്രം കാർഡ് ഗെയിംസ്, ദെൻ ഇൻട്രസ്റ്റ്. ലോട്ടറി വിന്നിങ്സ് 50,000 ഗ്രോസ് ആണ്. കാർഡ് ഗെയിംസിൽ വിന്നിങ്സ് 6,000 ഗ്രോസ് ആണ്. ദെൻ FD ഇൻട്രസ്റ്റ് 5,000, 61,000. So 2,10,000 plus 61,000, 2,71,000 വരും taxable income. Total income അല്ലെങ്കിൽ ഗ്രോസ് ടോട്ടൽ ഇൻകം. സോ നമുക്ക് എന്താണ് ഈ 30,000 ക്യാരി ഫോർവേഡ് ചെയ്യാം. ഇവിടെ ഷോർട്ട് എന്തായിരുന്നു ബിസിനസ് ലോസ് ആയിരുന്നു. സോ നോർമൽ ബിസിനസ് ലോസ് 8 years പറ്റും, 4 years അല്ല. സോ 8 years പറ്റും. നമുക്ക് പിന്നെ ഒരു ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് 30,000. സോ മസ്റ്റായിട്ട് എഴുതിയിരിക്കണം. ഓക്കെ, ബിസിനസ് ലോസ് ഓഫ് 70,000. സോ ക്യാരി ഫോർവേഡ് to the assessment year 21-22. Okay. So അതേപോലെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ഓഫ് 30,000 എന്ത് ചെയ്യാം, അതേപോലെ ക്യാരി ഫോർവേഡ് ചെയ്യാം. മസ്റ്റ് ആണ്. ടോട്ടൽ ഇൻകം പ്ലസ് ക്യാരി ഫോർവേഡ് എമൗണ്ട് എത്രയാണ്, എത്ര പ്രീവിയസ് ഇയർ വരെ എന്ന് കൂടെ സംടൈംസ് ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ എമൗണ്ട് ഉണ്ടെങ്കിൽ തീർന്നിട്ടില്ല പീരീഡ് തീർന്നിട്ടില്ല എങ്കിൽ മസ്റ്റായിട്ട് അത് ആൻസറിൽ കാണിച്ചിരിക്കണം. Then next one, Mr. B furnishes the following details at the year 31/3/2020. So short term capital gain 1,40,000, loss from speculative business 60,000, long term capital gain on sale of land, then long term capital loss on sale of unlisted shares, income from business textiles after allowing current year depreciation 50,000, then income from activity owning and maintaining racehorse 1,15,000, income from salary computed, loss from house property 40,000. Okay. So following are the brought forward losses. So the brought forward the previous year brought forward losses. Loss from activity of owning and maintaining resource pertaining to assessment year 17-18 25,000. Brought forward loss from business of textiles 60,000. Loss pertaining to assessment year 12-13. Compute gross total income of Mr. B assessment year 20. Also determine the loss eligible for carry forward. Loss eligible for carry forward to the assessment year 21-22. So നമുക്ക് നോക്കാം. എപ്പോഴും ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ്സ് ഏതൊക്കെ എടുക്കുന്നത് നോക്കണം. ക്യാരി ഫോർവേഡ് നമ്മൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം ഫോർ ദ അസസ്മെന്റ് ഇയർ 2021. Particulars amount. So sometimes ചിലപ്പോൾ ഒരു കോളം കൂടെ വേണ്ടി വരും. നമുക്ക് നോക്കാം. സോ നമുക്ക് ഇവിടെ ആദ്യം നമുക്ക് നോർമലി ആ ഒരു ഓർഡർ എടുക്കുകയാണെങ്കിൽ സാലറി ഉണ്ട്, ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ടിക്കടിച്ച് മാറുക. നമ്മൾ ഏതൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് എടുത്തു അതിന് വേണ്ട വർക്ക് നോട്ട് താഴെ എഴുതിയിരിക്കണം. സോ സാലറി കമ്പ്യൂട്ടഡ് ആണ് 1 lakh. സോ ഇതിൽ നിന്ന് നമുക്ക് എത്രയാണ് HP ലോസ് എത്ര വരുന്നുണ്ട് 40,000 വരുന്നുണ്ട്. സോ സാലറി കുറച്ചിട്ട് ടാക്സബിൾ സാലറി 60,000. ഓക്കെ, ദെൻ നമുക്ക് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ലോസ് ഫ്രോം സ്പെക്കുലേറ്റീവ് ബിസിനസ്. സോ ബിസിനസിന്റെ എടുക്കുകയാണെങ്കിൽ ലോസ് ഫ്രോം സ്പെക്കുലേറ്റീവ് ബിസിനസ്, ദെൻ ലോങ് ടൈം ഇൻകം ഫ്രം ബിസിനസ്. ഇൻകം ഫ്രം ബിസിനസ് ആയിരുന്നു ടെക്സ്റ്റൈൽ ബിസിനസ് 50,000 ബിസിനസ്. ഇൻകം ഫ്രം ടെക്സ്റ്റൈൽ ബിസിനസ് ഒരു 50,000 ഉണ്ട്. ദെൻ loss from speculative business loss 40,000. So speculative business loss cannot be set off against long term loss from 60,000 ഉണ്ടായിരുന്നു. 40 അല്ല 60,000 ഉണ്ടായിരുന്നു.
സ്പെക്കുലേറ്റീവ് ബിസിനസ് ലോസ് നമുക്ക് എന്തുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല, നോർമൽ ബിസിനസ് ലോസുമായിട്ട് പറ്റില്ല. ബട്ട് നമുക്ക് എന്തുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം, സ്പെക്കുലേറ്റീവ് ബിസിനസ് ഇൻകം ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യായിരുന്നു. ദെൻ ഒരു ബ്രോഡ് ഫോർവേഡ് ലോസ് ഉണ്ട്. കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ ഓൾറെഡി കുറച്ചിട്ടുണ്ട്. ബ്രോഡ് ഫോർവേഡ് ലോസ് ടെക്സ്റ്റൈൽ ബിസിനസ് എത്രയാണ്, ഒരു 60,000. സോ ദാറ്റ് മീൻസ് അതേത് അസസ്മെന്റ് ഇയർ 12-13 ആണ്. അസസ്മെന്റ് ഇയർ 12-13 നമുക്ക് നോക്കുകയാണെങ്കിൽ 13-14, 14-15, 15-16, 16-17, 17-18, 18-19, 19-20, 20-21. Okay. 1, 2, 3, 4, 5, 6, 7, 8. So 2021 എന്നാണ് 8th ഇയർ ആണ് വരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന 50,000 വരെ പറ്റും. സോ ദാറ്റ് മീൻസ് ഇവിടെ വരും, ഇതിന് എത്ര മിച്ചം, ഒരു 10,000 ഉണ്ട്. ഇതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് എന്താണ് 8 ഇയേഴ്സ് ആണ്, 8 അസസ്മെന്റ് ഇയേഴ്സ് ആണ്. നമ്മളെടുത്തു അസസ്മെന്റ് ഇയർ 12, 13, 13, 14, 15, 16, 15, 16, 17, 17, 19, 19, 20, 19, 20, 21, 2. So 1, 2, 3, 4, 5, 6, 7, 8. Okay. So 10,000. ഇനി ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. മസ്റ്റായിട്ട് വർക്കിംഗ് ഔട്ട് എഴുതുക. താഴെ സ്പെക്കുലേറ്റീവ് ബിസിനസ് എന്ത് ചെയ്യാം, നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. സ്പെക്കുലേറ്റീവ് ബിസിനസ് ലോസ്. സോ ഇവിടുന്ന് ഇതിൻ്റെ ഈ അഡ്ജസ്റ്റ്മെന്റ് കഴിഞ്ഞു. ദെൻ നമ്മുടെ ബിസിനസ്സിൻ്റെ ആയിട്ടുള്ള എല്ലാം ഇത് കഴിഞ്ഞു. സ്പെക്കുലേറ്റീവ് ബിസിനസിന്റെ കഴിഞ്ഞു. സോ ഇനി നമുക്ക് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ 1,40,000, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 30, ലോങ് ടൈം ക്യാപിറ്റൽ ലോസ്. സോ ക്യാപിറ്റൽ ഗെയിൻസ് എടുക്കുകയാണെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എത്രയായിരുന്നു, 1,40,000. Short term capital gain 1,40,000. Long term capital gain 30,000. Long term capital gain 30,000. Long term capital loss വരുന്നുണ്ടൊരു 1 lakh വരുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് നമുക്ക് എത്രയാണ്, ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് 70,000 മിച്ചം വരും. ബിക്കോസ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് cannot be set off against short term capital gain. Then loss കഴിഞ്ഞു. Then എന്താണ്, income activity of owning and maintaining resource ഒരു 15,000 income from activity. So horse race in the case IFOS ല് income from activity owning and maintaining race horses 15,000 ഉണ്ടായിരുന്നു. Then വേറെ എന്താണ് തന്നിരിക്കുന്നത്, ബ്രോഡ് ഫോർവേഡ് ലോസ്. സോ അസസ്മെന്റ് ഇയർ 12-13 മുതലുള്ള ഒരു ബ്രോഡ് ഫോർവേഡ് ലോസ് ഉണ്ട്. സോ അസസ്മെന്റ് ഇയർ 17-18 ആണ്, ഒരു 25,000. അസസ്മെന്റ് ഇയർ 17-18 ആയിട്ട് ബന്ധപ്പെട്ട ഒരു ബ്രോഡ് ഫോർവേഡ് ലോസ് ആണ്. അസസ്മെന്റ് ഇയർ 17-18 നമുക്ക് എന്താണ് 4 ഇയേഴ്സ് വരെ ബ്രോഡ് ഫോർവേഡ് ചെയ്യാം. സോ മിച്ചമുള്ള 10,000 അടുത്ത ഇയറിലേക്ക് നമുക്ക് ബ്രോഡ് ഫോർവേഡ് ചെയ്യാം. സോ ഇവിടെ ഒന്നും വരത്തില്ല. സോ ടോട്ടൽ എത്ര വരും, ഒരു 1,40,000 ഉണ്ട്, ഒരു 60,000 ഉണ്ട്. അത് നമുക്ക് തീരത്തില്ല, 2 lakh. സോ ബ്രോഡ് ഫോർവേഡ് ഏതൊക്കെയാണ് വരുന്നത്, ബ്രോഡ് ഫോർവേഡ് ലോസസ്. സോ ബ്രോഡ് ഫോർവേഡ് ചെയ്യാൻ പറ്റുന്ന ലോസസ് ഏതൊക്കെയാണ്, ഈ 10,000 ബ്രോഡ് ഫോർവേഡ് അല്ലേ, ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് റേസ് റോഡ്സിൻ്റെത് ഒരു 10,000 ബ്രോഡ് ഫോർവേഡ് ചെയ്യാം, ക്യാരി ഫോർവേഡ് ചെയ്യാം. ദെൻ ഒരു 70,000 ക്യാരി ഫോർവേഡ് ചെയ്യാം. ദെൻ ഒരു സ്പെക്കുലേറ്റീവ് ബിസിനസ് ആയിട്ടുള്ള, സോ ഇതിനകത്ത് ഏത് മാത്രമാണ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള നോർമൽ ബിസിനസ് ലോസ് ക്യാരി ഫോർവേഡ് ചെയ്ത് 8 ഇയേഴ്സ് കഴിഞ്ഞ് മിച്ചം ഒരു 10 ഉണ്ട്. ബട്ട് അത് ബ്രോഡ് ഫോർവേഡ് ചെയ്യാൻ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. ദെൻ ഒരു സ്പെക്കുലേറ്റീവ് ബിസിനസ് ലോസ് ആയിട്ടുള്ള ഒരു 60,000 കൂടെ നമുക്ക് എന്താണ്, ഇതെല്ലാം എന്താണ് അസസ്മെന്റ് ഇയർ 21-22 ക്യാരി ഫോർവേഡ് ചെയ്യാം. ക്യാരി ഫോർവേഡ് to the assessment year 2021. Mr. A furnishes the following information.
For the year under 31/3/2020, income from buying of vehicle computed as per books he owned by light good vehicle and throughout the year 3,20,000. So നോക്കാം income from applying vehicle computer class for books ആണെങ്കിൽ തന്നിരിക്കുന്നത് 3,25,000 light good vehicle ആണ് പറയുന്നത്. So section 44AE അപ്ലൈ ചെയ്യുന്നതിലുള്ളതാണ്. Then 44AD ആണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രകാരം 7,50,000 ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. സോ ടേൺ ഓവർ വന്നിരിക്കുന്നു അതിൻ്റെ 8% എടുത്താൽ എത്രയാണെന്നുള്ള ഒരു സെനാരിയോ ഡിക്ലെയർസ്. സോ 1819 എന്ത് ചെയ്തിരിക്കുന്നു ഫസ്റ്റ് ടൈം 44AD. സോ അതായത് അസസ്മെന്റ് ഇയർ 1819 ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 5 വർഷത്തേക്ക് നമ്മുടെ അസസ്മെന്റ് ഇയർ 2021 മസ്റ്റായിട്ട് എന്തിലാണ് ചെയ്യേണ്ടിയിരിക്കുന്നത് ഇവര് ഉറപ്പായിട്ടും നോർമലി എന്തിൽ ചെയ്തിരിക്കണം 44AD റൂട്ടിൽ തന്നെ ചെയ്തിരിക്കണം. ദെൻ നമുക്കൊന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇൻകം കമ്പ്യൂട്ട് ടാക്സബിൾ ഇൻകം. ഓക്കെ, സോ ടാക്സബിൾ ഇൻകം ഓഫ് മിസ്റ്റർ എ ഓൺ പ്രിസംപ്റ്റീവ് ബേസിസിലാണെങ്കിൽ നമ്മൾ ടാക്സബിൾ ഇൻകം എത്രയാണെന്ന് നോക്കാം. പർട്ടിക്കുലേഴ്സ് amount rupees particulars. So നോക്കുകയാണെങ്കിൽ റീറ്റെയിൽ ബിസിനസ് റീറ്റെയിൽ ട്രേഡ്. സോ അത് വരികയാണെങ്കിൽ എത്ര വരും നമുക്ക് 1,21,70,000 ഇൻറ്റു 44AD ആണെങ്കിൽ 8% വരണം 9,73,600. ഓക്കെ, ദെൻ 44 മറ്റേ flying goods vehicle എത്ര വരും അണ്ടർ സെക്ഷൻ 44AE. സോ ഇവിടെ ലൈറ്റ് ഗുഡ്സ് ആണ് പറഞ്ഞിരിക്കുന്നത് 7,500 ഇൻറ്റു 5 ഇൻറ്റു 12 വരും 4,50,000 ടോട്ടലി. നമുക്ക് പിന്നെ എന്താണുള്ളത് ഒരു ബ്രോഡ് ഫോർവേഡ് ലോസ് ആണ്. സോ ബ്രോഡ് ഫോർവേഡ് ഡിപ്രീസിയേഷൻ സെക്ഷൻ 32 സബ്സെക്ഷൻ 2 ആണ്. സോ നമുക്ക് പ്രിസംപ്റ്റീവ് ബേസിസിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് സെക്ഷൻ 32, 38 ഓൾറെഡി എടുത്തു എന്ന രീതിയിലാണ് 32. സോ ബ്രോഡ് ഫോർവേഡ് നമുക്ക് ലോസ് സെക്ഷൻ 32 പ്ലസ് ഇന്റർസെക്ഷൻ 32 സബ്സെക്ഷൻ 2 ഡിലീറ്റ് ചെയ്യണം. ബിക്കോസ് 32, 38 ഓൾറെഡി അലൗഡ് ആയിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വെരി ഇമ്പോർട്ടൻറ്റ് അഡ്ജസ്റ്റ്മെന്റ് അത് നില്ലായിട്ട് എടുക്കണം. ദെൻ സോ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് വരും 14,23,600. സോ ഇത് വരുമ്പോഴത്തേക്കും 14 lakh. ദെൻ പിന്നെ നമുക്കുള്ള ഓപ്ഷൻ എന്താണ്? ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രകാരം പോകാം. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രകാരം പോയി കഴിഞ്ഞാൽ 5 വർഷത്തേക്ക് സെക്ഷൻ 44AD അപ്ലൈ ചെയ്തെങ്കിൽ എന്നാണോ ബ്രേക്ക് ചെയ്യുന്നത് ആ പ്രീവിയസ് ഇയറിലെ ടോട്ടൽ ഇൻകം ഇതിനേക്കാൾ കൂടുതലാണ്. ടോട്ടൽ ഇൻകം ബേസിക് എക്സെപ്ഷൻ ലിമിറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് വരും? സെക്ഷൻ 44AB ടാക്സ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആവും. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ചാർട്ടർ അക്കൗണ്ടിനെ കൊണ്ട് ഓഡിറ്റ് ചെയ്യേണ്ടി വരും. പ്ലസ് പിന്നെന്താണ് 5 വർഷത്തേക്ക് എന്നാണോ അത് ബ്രേക്ക് ചെയ്യുന്നത് അവിടുന്ന് അങ്ങോട്ട് 5 വർഷത്തേക്ക് എന്താണ് സെക്ഷൻ 44AD പിന്നെ പ്രിസംപ്റ്റീവ് ബേസിസിൽ ഇൻകം ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. സോ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രകാരം നമ്മൾ പോവുകയാണെങ്കിൽ റീറ്റെയിൽ ട്രേഡ് അതിൽ നിന്ന് എത്രയായിരുന്നു നമ്മുടെ ഇൻകം 7,50,000. ദെൻ ഒരു 3,20,000 ഉണ്ടായിരുന്നു 3,20,000. ദെൻ അതിൽ നിന്ന് എന്താണ് അണ്ടർ സെക്ഷൻ 32 സബ്സെക്ഷൻ 2 ഒരു 1 lakh കുറയ്ക്കാം. ബിക്കോസ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ഇനി ഇത്ര വർഷത്തേക്ക് ഏത് ഇൻകത്തിൽ നിന്ന് വേണമെങ്കിലും സാലറി ഒഴിച്ച് ബാക്കി എന്തിൽ നിന്ന് വേണമെങ്കിലും കുറയ്ക്കാം. സോ എത്ര വരും? 9,70,000. സോ ആൻഡ് ടാക്സ് ലയബിലിറ്റി നമ്മളെപ്പോഴും നോർമലി എടുക്കാൻ ചാൻസ് ഏതാണ്? 9,70,000 ആയിരിക്കും എടുക്കുക. 9,70,000 ആണെങ്കിലും സോ 14,23,000 ആണെങ്കിലും നമ്മൾ ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുക. സോ അപ് ടു 2,50,000 ദെൻ അതേപോലെ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുക. നമ്മളിപ്പം ടോട്ടൽ ഇൻകം വരെ കണ്ടുപിടിച്ചിരിക്കുന്നു. ജസ്റ്റ് ബേസിക് ലിമിറ്റ് ഒക്കെ വെച്ചിട്ട് ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുക. അപ് ടു 2 lakh നമ്മളെ ഏജിനെ കുറിച്ച് എല്ലാം പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനിൽ
പറഞ്ഞിട്ടില്ല. 2,50,000 ഉണ്ടെങ്കിൽ 2,50,000 to 5 lakh, 5%, then 5 lakh to 10 lakh, 20%, remaining 30%. അതേപോലെ തന്നെ ഇവിടെ എടുക്കുക 9,70,000 കണ്ടുപിടിക്കുക, പ്ലസ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% ആഡ് ചെയ്ത് ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുക. സോ നമ്മളിവിടെ ചെയ്യുന്നത് ടോട്ടൽ ഇൻകം നമ്മൾ നോർമലി ഇതായിരിക്കും ഓപ്റ്റ് ചെയ്യുന്നത്. ഇത് ഓപ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് 44 AD പിന്നെ 5 വർഷത്തേക്ക് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പ്ലസ് നമ്മുടെ ലോവർ ഇൻകം നമ്മൾ പറയുന്ന കാരണം എന്താണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്തിട്ട് 44 AD ടാക്സ് ഓഡിറ്റ് ചെയ്യേണ്ടി വരും. സോ ഇത്രയാണ് ടാക്സ് കോൺസിക്വൻസ് വരുന്നത്. Mr. I furnishes the following details for the year ended 31/3/2020. Speculative business loss of speculative business loss, then income from speculative business B, speculative business income, then loss from specified business under section 35 AD, income from salary computed, loss from house property 2,50,000, income from trading business 45,000, long term capital gain on sale of urban land 2 lakh, long term capital gain sale of shares, STT not paid 75,000, long term capital loss on sale of listed shares on recognized stock exchange, STT paid at the time of acquisition and sale of shares. Okay, acquisition and sale of shares. So ഇത് എന്താണ് section 112A attract ചെയ്യുന്നതാണ്. STT paid at the time of acquisition and sale of shares. Loss from owning and maintaining other brought forward losses തന്നിരിക്കുന്നു. So നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. Compute total income. Total income assessment year 2021. Particulars, amount rupees. So ശ്രദ്ധിക്കാം. നമുക്ക് ആദ്യം ഹെഡ് വെച്ച് നോക്കുകയാണെങ്കിൽ സാലറി എടുക്കുക. ആദ്യം സാലറി കമ്പ്യൂട്ടഡ് ആണ് 3 lakh. Salary computed 3 lakh. Loss from house property loss from house property 2,50,000 ഉണ്ട്, but section 71 restricted to 2,50,000 ഉണ്ട്, but എന്താണ് restricted to 2 lakhs. Therefore നമ്മുടെ ക്വസ്റ്റ്യൻ എത്ര വരും 1 lakh. സോ മിച്ചമുള്ള 50,000 നമുക്ക് എന്ത് ചെയ്യാം ക്യാരി ഫോർവേഡ് ചെയ്യാം, ക്യാരി ഫോർവേഡ് ടു ദ നെക്സ്റ്റ് അസസ്മെന്റ് ഇയർ ഓർ പ്രീവിയസ് ഇയർ. ദെൻ നെക്സ്റ്റ് വൺ. സോ നമുക്ക് ഏതൊക്കെ കഴിഞ്ഞു 3 lakh 2,50,000 അഡ്ജസ്റ്റ്മെന്റ് കഴിഞ്ഞു. ദെൻ ഇനി അടുത്ത എന്താണ് തേർഡ് വൺ ബിസിനസ്. ഓക്കെ, BGPP എടുക്കുകയാണെങ്കിൽ BGPP എടുക്കുകയാണെങ്കിൽ ഇൻകം ഫ്രം ട്രേഡിംഗ് ബിസിനസ് എന്തൊക്കെയുണ്ട് ബിസിനസ് speculative business 35 AD business, then income from trading business 45,000. So loss തന്നിരിക്കുന്നു ഇൻകം ട്രേഡിംഗ് ബിസിനസ്സിനകത്ത് നിന്ന് കിട്ടുന്നത് ട്രേഡിംഗ് ബിസിനസ്സിനകത്തായിരുന്നു ഒരു 45,000 ഉണ്ടായിരുന്നു. സോ നമുക്ക് ബ്രോഡ് ഫോർവേഡ് ട്രേഡിംഗ് ബിസിനസ് ലോസ്, ബാക്കിയെല്ലാം സ്പെക്കുലേറ്റീവും 35 AD ആണ്. ബ്രോഡ് ഫോർവേഡ് ലോസ് നമുക്ക് അസസ്മെന്റ് ഇയർ 15-16 ആണ്, നമുക്ക് 80 years വരെ പറ്റും. സോ എൻ്റെ 5,000 കുറച്ചിട്ട് റിമൈനിങ് 40,000 എടുക്കാം. ബിക്കോസ് സ്പെക്കുലേറ്റീവ് ബിസിനസ് മറ്റേ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് തന്നെയാണ് കാണിക്കുന്നത്. ദെൻ ഇനി അടുത്ത് എന്താണ് സ്പെക്കുലേറ്റീവ് ബിസിനസ്. സോ ഇൻകം എത്ര ഉണ്ടായിരുന്നു സ്പെക്കുലേറ്റീവ് ബിസിനസ് ബിയിൽ നിന്നുള്ള ഇൻകം from speculative business B 50,000, loss from speculative business A 25,000. That means so 5 loss from speculative business A 25 ഉണ്ട്, but നമുക്ക് എത്ര വരെ കുറയ്ക്കാം 20 വരെ കുറയ്ക്കാം. then 5 വരെ കുറയ്ക്കാം. റിമൈനിങ് 20 നമുക്ക് എന്ത് ചെയ്യാം ക്യാരി ഫോർവേഡ് ചെയ്യാം 4 വർഷം. 73 വെച്ചിട്ട് ക്യാരി ഫോർവേഡ് ചെയ്യാം, മിച്ചമുള്ള അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. ദെൻ അത് കഴിഞ്ഞു
ലോസ് സ്പെസിഫൈഡ് ബിസിനസ് 35 AD ബിസിനസ് എന്ത് ചെയ്യാം നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. സോ ഇൻകത്തിൽ 35 AD ബിസിനസ് ഇൻകമായിട്ട് മാത്രമേ നമുക്കത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ലോസ് അണ്ടർ സെക്ഷൻ 35 AD. സോ 35 AD ബിസിനസ്സിലുള്ള ലോസ് എത്രയായിരുന്നു? 20,000 ക്യാരി ഫോർവേഡ് ചെയ്യാം. നെക്സ്റ്റ് ഇയറിലേക്ക് ഇൻഡെഫിനിറ്റ് ആയിട്ട് ക്യാരി ഫോർവേഡ് ചെയ്യാം. ക്യാരി ഫോർവേഡ് ചെയ്യാം. ഇതെല്ലാം വർക്കിംഗ് ഔട്ടായിട്ടാണ് എഴുതേണ്ടത്, ശ്രദ്ധിച്ചോണം. ഇനി നമ്മൾ എന്തുമാത്രമേ ഉള്ളൂ, ക്യാപിറ്റൽ ഗെയിൻസ് ആണുള്ളത്. ലോസ് ഫ്രം ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് അതുകൊണ്ട് ലോസ് മാത്രമേ ഉള്ളൂ, ഇൻകം ഒന്നും തന്നിട്ടില്ല. സോ ഇതൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ദർ ഈസ് നോ സച്ച് ഇൻകം. ലോസ് ഫ്രം ഇൻകം ഫ്രം ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് റിസോഴ്സ് ഇല്ല. അതുകൊണ്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി നമ്മൾ വെച്ചുള്ള എന്തുകൂടെയാണ്, ക്യാപിറ്റൽ ഗെയിൻസ് കൂടെയാണ്. ക്യാപിറ്റൽ ഗെയിൻസ്, ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, ക്യാപിറ്റൽ ഗെയിനകത്ത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ അർബൻ ലാൻഡ് എത്രയായിരുന്നു? അർബൻ ലാൻഡ് സെയിൽ നടത്തിയിട്ട് എത്രയായിരുന്നു നമുക്ക് കിട്ടുന്ന? 2 lakhs അല്ലേ? 2 lakhs. 2 lakhs. Then loss of sale of STT not paid 2 lakhs. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? 2 lakhs. അതിൽ നിന്ന് loss, short term capital loss under section 111A 75,000. Then long term capital gain under section 112A. അവിടെ നമുക്ക് എത്രയാണ് വരുന്നത്? 1,02,000 ബട്ട് അപ് ടു 1 lakh നമുക്ക് എന്താണ്, എക്സംപ്റ്റഡ് ആണ്. സോ നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ പഠിച്ചാണ്. സോ റിമൈനിങ് 2,000 ആണ് നമുക്ക് ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്യുന്നത്. സോ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അല്ല, ലോസ്. ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഇന്റർസെക്ഷൻ, ദാറ്റ് മീൻസ് 2,000 വരെ നമുക്ക് കുറയ്ക്കാം. ഓക്കെ, ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. സോ 2 lakhൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, എൻറ്റയർ 75,000 കുറയ്ക്കാം. ബിക്കോസ് ഷോർട്ട് ടൈം ആണ്. 75 കുറയ്ക്കുമ്പോഴത്തേക്കാണ് 25. ഓക്കെ, സോ മിച്ചം ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 25 ഉണ്ട്. ബട്ട് എപ്പോഴും നേരത്തെ എക്സംപ്റ്റഡ് ഇൻകം ലോസ് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ 1,02,000 ഉണ്ടെങ്കിലും 1 lakh വരെ എന്താണ് 112 ക്യാപിറ്റൽ പ്രകാരം എക്സംപ്റ്റഡ് ആണ്. റിമൈനിങ് 2,000 മിച്ചമുള്ള എന്ത് ചെയ്യാം, കുറയ്ക്കാം. കുറച്ചിട്ട് മിച്ചം എത്ര വരും? 23,000. സോ ടോട്ടൽ എത്ര വരും? 1 lakh ഒരു 40,000, 23. That means 1,63,000 ആണ് taxable total income. Okay, 1,63,000 will be the very important. Capital gain full provisions അറിഞ്ഞാലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. പ്ലസ് ലാസ്റ്റ് ഇയർ അഡ്ജസ്റ്റ്മെന്റ് എഴുതിക്കണം. ബിക്കോസ് ഒരു തരത്തിലും എന്തില്ല, വേറെ ഇൻകം ഒന്നുമില്ല. അണ്ടർ ദ സെയിം ഹെഡ് ക്യാരി ഫോർവേഡ് ചെയ്തുമ്പോഴത്തേക്കും, ക്യാരി ഫോർവേഡ് ചെയ്തില്ലെങ്കിൽ പോലും ലോസ് ഫ്രം ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് റിസോഴ്സ് ക്യാൻ ബി സെറ്റ് ഓഫ് ഓൺലി അഗെയിൻസ്റ്റ് ഇൻകം ഫ്രം owning and maintaining resource ആണ് പറ്റുന്നത്. സോ 1,63,000 വെരി ഇമ്പോർട്ടൻറ്റ്. ക്യാപിറ്റൽ ഗെയിനിലെ 111A അർബൻ ലാൻഡ് അർബൻ അഗ്രികൾച്ചർ ആണെന്ന് പറഞ്ഞാൽ നേരെ സെനാരിയോ മാറിയനെ. 111A 112A അങ്ങനെയുള്ള എല്ലാ സെക്ഷനും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. പ്ലസ് സെറ്റ് ഓഫ്. നെക്സ്റ്റ് വൺ, ജി റെസിഡന്റ് ഫണ്ട്സ് ഓഫ് ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ്: income from salary computed, income from business, long term capital gain on sale of land, loss maintenance of resource, loss from gambling. Other unabsorbed depreciation for the assessment pertaining to assessment year 1920. Unabsorbed depreciation 11,000, loss from speculative business 22,000, short term capital loss 98,000. So 9,800. Okay, so computation in the computing a gross total income for the assessment year 2021. Particulars amount rupees. Particulars amount rupees. Salary computed. Salary computed on 15,000. That means under section 16 1A kurichitulla plus 1A kurichitulla on income from business. Income from business. Business. 66,000. So income from business 66,000 il ninnu okay endorkam unabsorbed depreciation. Okay, unabsorbed depreciation under section 32 subsection 2 etra undayirunnu 11,000 koching etra undu 55,000
10,000. Okay. Then short-term speculative business loss, long-term capital gain തന്നിരിക്കുന്നു. സോ ഇത് നമ്മൾ എടുത്തു. സോ അഡ്ജസ്റ്റ്മെന്റ്സ് ഇത് കഴിഞ്ഞു, ഇത് കഴിഞ്ഞു, ഇത് കഴിഞ്ഞു. The long-term capital gain on sale of land, loss on maintenance of price goods, loss from gambling, loss on speculative business എന്താണ് നമുക്ക് ക്യാരി ഫോർ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഇവിടെ വേറെ ഇൻകം ഇല്ല, സ്പെക്കുലേറ്റീവ് ബിസിനസ് ഇൻകം ഇല്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യാനില്ല. അത് അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. അത് വർക്കിനോട്ടായിട്ട് എഴുതുക. ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് 9,800, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 10,800. സോ ക്യാപിറ്റൽ ഗെയിൻസ് എടുക്കുകയാണെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 10,800, അതിൽ നിന്ന് എന്ത് കൊടുക്കാം, ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് 74 പ്രകാരം നമുക്ക് കുറയ്ക്കാം. ക്ഷമിച്ചിട്ട് വരും 1,000. ഓക്കെ, സോ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെന്റ് കഴിഞ്ഞു. ലോസ് ഫ്രം മെയിൻറ്റെയിനിങ് റിസോഴ്സ്, സോ അത് നമുക്ക് ഒന്നുമായിട്ടും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. ഇതെന്ത് ചെയ്യാം, ക്യാരി ഫോർവേഡ് ചെയ്യാം. ലോസ് ഫ്രം ഗാംബ്ലിംഗ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, സെറ്റ് ഓഫ് ചെയ്യാനും പറ്റത്തില്ല, ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റത്തില്ല. നോ സെറ്റ് ഓഫ് പറ്റില്ല, ക്യാരി ഫോർവേഡ് ചെയ്യാൻ നോക്കിയാൽ അതിനും പറ്റത്തില്ല, ബിക്കോസ് കാഷ്വൽ ഇൻകം വരുന്നത് ലോസ് വന്നു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ചെയ്യാനും പറ്റത്തില്ല, ക്യാരി ഫോർവേഡ് ചെയ്യാനും പറ്റത്തില്ല. സോ നമുക്ക് ടോട്ടൽ ഇൻകം വരും. ഇവിടെ എത്രയാണ് ബിസിനസ്സിൽ നിന്ന് മിച്ചം വരുന്നത്, 55,000, ഇവിടെ ഒരു 1,000. 70 plus 1, 71,000. Gross total income. Gross total income will be 71,000. Then next one, problem 12. Following details on the Mr. Asile, aged 57, something, compute total income. So life insurance premium paid, total income and gross total income. So here 80C deduction. Income from salary computed, loss from house property. Okay. So gross total income, gross total income for the assessment year 2021. Particulars, amount. Okay. So particulars, amount. So salary computed on that means 2,20,000. Then house property loss 1,90,000. 71 2 lakh varapattu. So remaining 30,000 out of the. So under adjustments power, the loss from cloth business, income from speculative business. Okay. So loss from specified business, long term. Okay. So business ile മൂന്നെണ്ണമാണ് വരുന്നത്. PGBP ile മൂന്ന് കാര്യങ്ങളാണ്. ലോസ് ഫ്രം എന്താണ് ക്ലോത്ത് ബിസിനസ്, ഇൻകം ഫ്രം സ്പെക്കുലേറ്റീവ് ബിസിനസ്. സോ normal business loss can be set off against speculative business, then loss from under 35 AD. Okay. So income from speculative business, 30,000. Loss from normal business, ക്ലോത്ത് ബിസിനസ് ആണ് 2,40,000 ആണ്. ബട്ട് നമുക്ക് എത്ര വരെ കുറയ്ക്കാൻ പറ്റത്തുള്ളൂ, 30,000 വരെ കുറയ്ക്കാൻ പറ്റുള്ളൂ. റിമൈനിങ് 2,10,000 നമുക്ക് എന്ത് ചെയ്യാം, വേറെ എന്തെങ്കിലും ഇൻകം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. 2,10,000 എന്ന് നിൽക്കട്ടെ. സോ വേറെ ഇൻകം ഇല്ലെങ്കിൽ ക്യാരി ഫോർവേഡ് ചെയ്യും, അതർവൈസ് നമ്മൾ വേറെ ഇൻകം ആയിട്ട്. സോ ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് കഴിഞ്ഞു. ഇതിനെന്താണ്, വേറെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല. നമ്മുടെ എന്ത് ഇൻകം ആയിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ക്യാരി ഫോർവേഡ് ചെയ്യാം നെക്സ്റ്റ് ഇയറിലേക്ക്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ആണ് അടുത്തത്. ക്യാപിറ്റൽ ഗെയിൻസ്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 2,50,000. ലോങ് ടേം ലോസ് ഫ്രം കാർഡ് ഗെയിം, ഇൻകം ഫ്രം ലോസ് ഫ്രം കാർഡ് ഗെയിംസ് എന്താണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല, ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഇൻകം ഫ്രം ബെറ്റിംഗ് ഗ്രോസ്, സോ IFOSൽ ടാക്സ് ചെയ്യും. ഓക്കെ. സോ 2,50,000 ഉണ്ട്. 2,50,000. ദെൻ IFOSൽ എന്താണുള്ളത്, ഇൻകം ഫ്രം ബെറ്റിംഗ് അല്ലേ, ബെറ്റിംഗ് ഇൻകം. IFOS ഇൻകം ഫ്രം ബെറ്റിംഗ് ഒരു
45,000 അല്ലേ? 45. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ബിസിനസ് ലോസ് മിച്ചം എത്ര കിടപ്പുണ്ട്? 2,10,000 ഉണ്ട്. ബിസിനസ് ലോസ് സെക്ഷൻ 71 പ്രകാരം എന്തുമായിട്ട് മാത്രം സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല? സെറ്റ് ഓഫ് സാലറി ആയിട്ട് മാത്രം സെറ്റ് ഓഫ്. സോ സെക്ഷൻ 71 പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന 2,10,000 എന്തുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ? ക്യാപിറ്റൽ ഗെയിൻ 2,50,000. ദാറ്റ് മീൻസ് മിച്ചം എത്രേ വരത്തുള്ളൂ? 40,000. ഓക്കെ. സോ ഇവിടെ IFOSൽ ഒരു 45,000. സോ ഗ്രോസ് ടോട്ടൽ ഇൻകം വെരി ഇമ്പോർട്ടൻറ്റ്. ഉടനെ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന എഴുതരുത്. ബിക്കോസ് സെക്ഷൻ 71 ബിസിനസ് ലോസ് സാലറി ഒഴിച്ച് ബാക്കിയുള്ള ഹെഡുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ ബാക്കി ലോസസ് ഉണ്ടെങ്കിൽ, ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് ആണെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനുമായിട്ട് മാത്രം, ബട്ട് തിരിച്ച് വേറെ ഏത് ഹെഡിലെ ലോസും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ കണ്ടിൽ വരുന്ന ഗെയിനുമായിട്ട് ക്യാപിറ്റൽ ഗെയിനുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. സോ 70 1,15,000 വിൽ ബി ദ. സോ ഇവിടെ നമ്മൾ ആ ഒരു ചാപ്റ്റർ 6 എടുത്തിട്ടില്ല, നമ്മൾ അതിനെ ഡിസ്കസ് ചെയ്യാനായിട്ട് എടുക്കാം. ലിസ്റ്റ് ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ് കമ്പ്യൂട്ട് ചെയ്തിരിക്കുന്നത്. 1,15,000. Then next one, Mr. R submit the following information financial year so and so. Compute the total income and ascertain amount of loss that can be carry forward. Normally അത് ചോദിച്ചിട്ടില്ലെങ്കിലും carry forward ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വർക്കിംഗ് നോട്ടിൽ കാണിച്ചിരിക്കണം. Okay, 2 houses. House income from after all statutory deduction. House property 1, house property 2, current year loss 30,000. Here is 3 property proprietary business, textile business. 31st October 2019 current year loss 40,000. Brought forward business loss 95,000. Chemical business discontinued 1st March 2017 nil. Bad debts allowed in the earlier year recovered during the year 35. Then brought forward business loss of assessment year 17-18 50,000. Then leather business profit for the current year 1 lakh. Okay. Share of profit in a firm which is a partner since 2016. Short term capital gain, long term capital loss. Okay. So നമുക്ക് ഇവിടെ വരുന്നത് ഹൗസ് പ്രോപ്പർട്ടി 3 ബിസിനസ്, ദെൻ ഒരു പാർട്ട്ണറുടെ ഫേമിലിട്ടിരിക്കുന്നത് കിട്ടുന്ന സെനാരിയോ, ദെൻ ബാഡ് ഡെറ്റ്സ് എർലിയർ കിട്ടിയിരിക്കുന്നത് ഈ വർഷം തിരിച്ചു കിട്ടി എന്ന് പറയുന്ന ഒരു സെനാരിയോ, ദെൻ 2 ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും ലോങ് ടൈം ക്യാപിറ്റൽ ലോസും. നമുക്ക് നോക്കാം. Computation of total gross total income for the assessment year 2021. Particulars, amount. നോക്കാം. ഇതാണ് ഹൗസ് പ്രോപ്പർട്ടി 1 72,000 ഇൻകം, house property 2 loss. Okay. So house property HP1 72,000, HP2 loss 30,000, question 42,000. Okay. So then PGBP business or profession, PGBP വരുമ്പോഴത്തേക്കും ഇതൊക്കെയാണുള്ളത്. BGPയിൽ ടെക്സ്റ്റൈൽ ബിസിനസ് ഡിസ്കണ്ടിന്യൂഡ് ലോസ് ആണ്. ബ്രോട്ട് ഫോർവേഡ് ബിസിനസ് ലോസ് 15-16, അത് 40,000. സോ നമുക്ക് ആദ്യം നോക്കുകയാണെങ്കിൽ ലെതർ ബിസിനസ്സിൽ ഒരു ഇൻകം ഉണ്ട് 1 lakh. BGP ഇൻകം ഇതിൽ നിന്നാണ്, ലെതർ ബിസിനസ്സിൽ നിന്നാണ് ഇൻകം വരുന്നത്. എത്രയാണ്? ഒരു 1 lakh ഉണ്ട്. ദെൻ ഒരു നോക്കുകയാണെങ്കിൽ ഇൻകം ഒക്കെ എടുത്തെഴുതാം. ഇൻകം ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ 1 lakh. സോ ഇത് ബാഡ് ഡെറ്റ്സ് നമ്മൾ സെക്ഷൻ 41 സബ്സെക്ഷൻ 4 പ്രകാരം എന്താണ് ഒരു ബിസിനസ് ഇൻകോട്ട് വരും. ഓൾറെഡി നമ്മൾ എഴുതി കളഞ്ഞ് തിരിച്ചിട്ടാണെങ്കിൽ സെക്ഷൻ 41 സബ്സെക്ഷൻ 4 പ്രകാരം അത് ബിസിനസ് ഇൻകോട്ടാണ് വരുന്നത്, ഒരു 35,000. ഓക്കെ. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ലെസ് ചെയ്യാം? കറണ്ട് ഇയറിലെ ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ് അല്ല, കറണ്ട് ഇയർ ലോസ് ആദ്യം നമുക്ക് എവിടെയും പറഞ്ഞിട്ടില്ലെങ്കിലും CBDT സർക്കുലർ പ്രകാരം ഈ വർഷത്തെ കറണ്ട് ഇയറിലെ ലോസ് നമ്മൾ ആദ്യം നമ്മൾ സെറ്റ് ഓഫ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് കറണ്ട് ഇയറിലെ ലോസ് കുറയ്ക്കുക. അതിനുശേഷമാണ് വേറെ ഇതിലോട്ട് മാറും. ദെൻ 40,000 അത് കുറച്ചു, അപ്പോൾ എത്ര വരും? 95,000. സോ കറണ്ട് ഇയറിലെ നമ്മൾ എല്ലാം കഴിഞ്ഞു. Then brought forward business loss of 95,000.
15-16 profit 35 എടുത്തു. Brought forward loss assessment year 17-18 ഒരു 50,000. Okay. Then brought forward loss of business loss assessment year 15-16 നമ്മുടെ 8 മുമ്പേ ഉള്ള ദിവസങ്ങൾ ആദ്യം നമ്മൾ പഠിക്കുന്നു. Brought forward loss assessment year 15-16 ഉള്ള വരുമ്പോഴത്തേക്കും നമുക്ക് അതർവൈസ് നമുക്ക് എന്താണ് ഇതിന്റെ ടൈം പീരിയഡ് ഏറ്റവും ആദ്യം ലോസ് വന്നത് ആദ്യം കുറയ്ക്കുക. ദെൻ നെല്ല് വരും, ഒന്നും മിച്ചമൊന്നും വരത്തില്ല. ദെൻ പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് 95 കഴിഞ്ഞു. ദെൻ 40 ഓൾറെഡി നമ്മൾ കുറച്ച് കഴിഞ്ഞു. 40 ഓൾറെഡി കുറച്ചാണ്. ദെൻ ബോട്ട് ഫോർവേഡ് ലോസ് അസസ്മെന്റ് ഇയർ 17-18 നമുക്ക് എന്ത് ചെയ്യാം, ക്യാരി ഫോർവേഡ് ചെയ്യാം. അവരെടുത്ത് ചോദിക്കുന്നുണ്ട് ക്യാരി ഫോർവേഡ് എത്രയാണെന്നുള്ളത്. സോ ഇത് 10 സബ്സെക്ഷൻ 2A പാർട്ട്ണറുടെ പാർട്ണർഷിപ്പ് ഫേം ഷെയർ ഓൾറെഡി ബിക്കോസ് എന്താണ് പാർട്ണർഷിപ്പ് ഫേം 30% ഫ്ലാറ്റിൽ ടാക്സ് അടയ്ക്കുന്നതാണ്. സോ ഇത് ഫുള്ളി എക്സംപ്റ്റഡ് ആണ് 10 സബ്സെക്ഷൻ 2A. ദെൻ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ 60,000, ലോങ് ടൈം ക്യാപിറ്റൽ ലോസ്. സോ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടുള്ള 60,000 നമ്മൾ ആഡ് ചെയ്യുക. ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. എത്രയാണത്? 35,000. സോ ടോട്ടൽ ഇൻകം വരും, ഗ്രോസ് ടോട്ടൽ ഇൻകം 1,02,000 വരും. ദെൻ ക്യാരി ഫോർവേഡ് എമൗണ്ട് ഏതൊക്കെയാണ്? ഈ 35,000 ക്യാരി ഫോർവേഡ് ചെയ്യുന്ന എമൗണ്ട് ആണ്. സോ 35,000 ഏതാണ്? ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് അടുത്ത ഇയറിലേക്ക് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നതാണ്. 35,000 ക്യാരി ഫോർവേഡ് ചെയ്യുന്നതാണ്. ദെൻ നമുക്ക് വേറെ ഏതാണുള്ളത്? ബിസിനസ് ലോസ് അസസ്മെന്റ് ഇയർ 17-18 ബിസിനസ് ലോസ് 50,000 ക്യാരി ഫോർവേഡ് ചെയ്യാം. ബിസിനസ് ലോസ് അസസ്മെന്റ് ഇയർ 17-18 ഒരു 50,000 ഇതും ക്യാരി ഫോർവേഡ് ചെയ്യാം. ഏതിലേക്കാണ്? അസസ്മെന്റ് ഇയർ 21-22 ക്യാരി ഫോർവേഡ് ചെയ്യാം. ഓക്കെ. Then next question, എപ്പോഴും ശ്രദ്ധിച്ചോണം, ലോഡ് ഫോർവേഡ് ആൻഡ് ക്യാരി ഫോർവേഡ് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ലോസിൽ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണെന്ന് ക്വസ്റ്റിന് ചോദിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ വർക്കിംഗ് നോട്ടായിട്ട് പറയുക. Severe resident individual furnishes the following particulars of his income and other details of the previous year 2021. Income from salary computed, net annual value of house property, net annual value of house property, income from business, income from speculative business, long-term capital gain on sale of land, loss on means resource, loss on gambling. Okay. So ഇതൊരിക്കലും എന്താണ്, ഇത് സെറ്റ് ഓഫ് ചെയ്യാനും പറ്റത്തില്ല, സെറ്റ് ഓഫും പറ്റത്തില്ല, ക്യാരി ഫോർവേഡും പറ്റത്തില്ല. ലോസ് depreciation under law act comes to 8,000 which no treatment is given in the above. That means unabsorbed depreciation and brought forward losses pertaining to assessment year 19-20 as follows. Okay. So നമ്മുടെ കമ്പ്യൂട്ട് ഗ്രോസ് ടോട്ടൽ ഇൻകം നമ്മുടെ പ്രീവിയസ് ഇയറിലെ ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കണം. ഗ്രോസ് ടോട്ടൽ ഇൻകം അസസ്മെന്റ് ഇയർ 2021 അസസ്മെന്റ് ഇയർ 2021. നമ്മുടെ നോക്കാം, സാലറി കമ്പ്യൂട്ടഡ് ആണ്. particulars amount rupees salary എത്രയാണ്? 18,000. then net annual value ആണ്. so house property ഇൻകത്തിനകത്തേക്കും house property 70,000 ആണ്. സെക്ഷൻ 24 നമുക്ക് എത്രയാണ്? NAVയുടെ 30%. 21,000 കുറച്ച് നമുക്ക് എത്രയാണ്? 49,000 ആണ് ഹൗസ് പ്രോപ്പർട്ടിയുടെ ടാക്സബിൾ വാല്യൂ നമുക്കുള്ളത്. ഓക്കെ. സോ ഇത് രണ്ട് അഡ്ജസ്റ്റ്മെന്റ്സ് കഴിഞ്ഞു. ഇൻകം ഫ്രം ബിസിനസ്, ഇൻകം ഫ്രം സ്പെക്കുലേറ്റീവ് ബിസിനസ്, ലോങ് ടൈം ഗവൺമെന്റ് ലോസ്. ഓക്കെ. സോ ബിസിനസ് PGBP എടുക്കുകയാണെങ്കിൽ ഇൻകം എത്രയാണ് വന്നിരിക്കുന്നത്? ഇൻകം ഫ്രം ബിസിനസ് ഒരു 80,000 വന്നിരിക്കുന്നു. പ്ലസ് അതിൻ്റെ താഴെ നമുക്ക് കണ്ടായിരുന്നു ഒരു ഡിപ്രീസിയേഷൻ എടുത്തിട്ടില്ല എന്ന് പറയുന്നത് കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ. pertaining 8,000. current year depreciation 8,000. current year depreciation 8,000. so much around 72,000. then എന്താണ്? unabsorbed depreciation 9,000, loss from speculative. so unabsorbed depreciation ആയിട്ടുള്ള
under section 32 subsection 2 ഒരു 9000 കുറയ്ക്കാം. സോ വെച്ച് നമുക്ക് ബിസിനസ് നോർമൽ ബിസിനസ് എത്രയാണ് ഒരു 63000. ദെൻ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ ഇൻകം എത്ര ഉണ്ടായിരുന്നു, ഇൻകം എത്ര ഉണ്ട്, ലോസ് എത്ര ഉണ്ട്. സ്പെക്കുലേറ്റീവ് ബിസിനസ് ഇൻകം ഒരു 12,000, ലോസ് ഓൺ സ്പെക്കുലേറ്റീവ് ബിസിനസ് പ്രീവിയസ് ഇയറിന് ക്യാരി ഫോർവേഡ് ചെയ്തിരിക്കുന്നത് ഒരു 12,000. സോ ലോസ് എത്ര ഉണ്ട്, ഒരു 16,000 ഉണ്ട്. ബട്ട് നമുക്ക് റെസ്ട്രിക്റ്റഡ് ടു ഈ 4,000 നമുക്ക് എന്ത് ചെയ്യാം, ക്യാരി ഫോർവേഡ് ചെയ്യാം, ഇവിടെ നില്ല്. ദെൻ അടുത്ത സ്പെക്കുലേറ്റീവ് ബിസിനസ് കഴിഞ്ഞ് പിന്നെ എന്താണുള്ള ലോസ് ഓൺ ക്യാപിറ്റൽ ഗെയിൻ, ലോസ് ഓൺ മെയിൻ്റെനൻസ്. സോ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ഉണ്ട്, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 15,800, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് 7,800. ക്യാപിറ്റൽ ഗെയിൻ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 15,800 ലെസ് 74 വെച്ചിട്ട് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ഒരു 7,800 ഉണ്ട്, അത് കുറയ്ക്കാം. സെക്ഷൻ 74 വെച്ചിട്ട് എത്രയാണ് ഒരു 8,000. ദെൻ പിന്നെ എന്തൊക്കെയാണുള്ളത്, ഡിപ്രിസിയേഷൻ കഴിഞ്ഞ് ലോസ് ഓൺ സ്പെക്കുലേറ്റീവ്, ഇതിൻ്റെ അഡീഷണൽ ഇൻഫർമേഷൻ എല്ലാം നമ്മൾ കഴിഞ്ഞു. ദെൻ മെയിൻ്റെനൻസ് ഓഫ് ലോസ് ഓൺ മെയിൻ്റെനൻസ് ഓഫ് റിസോഴ്സ്. സോ ഇത് ജസ്റ്റ് എന്ത് ചെയ്യാം, ക്യാരി ഫോർവേഡ് ചെയ്യാം. ബിക്കോസ് ഈ ഇയറിൽ നമുക്ക് എന്തില്ല, പ്രോഫിറ്റ് ഇല്ല. റിസോഴ്സിൽ നിന്ന് ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് റിസോഴ്സിൽ നമുക്ക് പ്രോഫിറ്റ് ഇല്ല. ദെയർഫോർ ടോട്ടൽ വരുന്നത് 18, 49, 63,800 വരും. 1,38,000. ഓക്കെ, നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാവുന്ന ഏതൊക്കെയാണ്, ഇവിടുന്ന് ഒരു സ്പെക്കുലേറ്റീവ് ബിസിനസിൻ്റെ ഒരു 4,000 വെച്ചുകൊണ്ട്, ദെൻ ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് റൈസ് ഹോൾസിൻ്റെ ഒരു 9,000. ഇത് രണ്ടുമാണ് നമുക്ക് എന്ത് ചെയ്യാവുന്നത്, ക്യാരി ഫോർവേഡ് ചെയ്യാവുന്ന അസസ്മെന്റ് ഇയർ 21-22 ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇത്രയാണ് നമ്മളെ പ്രോബ്ലംസ്, സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്. ഓക്കെ, താങ്ക് യു.